നമസ്കാരം. 62-ൽ ചൈന ഭാരതത്തിനെ ആക്രമിച്ചപ്പോൾ അതിനെ നേരിടുവാനുള്ള യാതൊരു തയ്യാറെടുപ്പുകളും നമുക്കുണ്ടായിരുന്നില്ല. ചൈനീസ് യുദ്ധത്തിന് ഏതാണ്ട് 10 കൊല്ലം മുൻപ് തൊട്ട് അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ചൈനയുടെ എല്ലാ ശ്രമങ്ങളോടും പുറംതിരിഞ്ഞു നിന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഒരു യുദ്ധം ഉണ്ടാകുവാനുള്ള സാധ്യത സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുമായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നെഹ്റുവിന് അങ്ങനെ ഒരു സംശയമോ ആശങ്കയോ ഉണ്ടായിരുന്നില്ല. ചൈന ഭാരതത്തിനെ ആക്രമിക്കില്ല എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. ഈ ഒരു ചിന്താഗതി കൊണ്ടൊക്കെ സംഭവിച്ചത് സൈനികപരമായി നമ്മൾ യാതൊരു തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ചൈനീസ് യുദ്ധകാലത്ത് നമ്മളുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം തികഞ്ഞ പരാജയവും പരിതാപകരവുമായിരുന്നു. ചൈനയെക്കുറിച്ചുള്ള ഒരു വിവരവും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവരുടെ സ്ട്രാറ്റജിയോ തയ്യാറെടുപ്പുകളോ ചൈനയുടെ സ്ട്രെങ്തോ വീക്ക്നെസ്സോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു യുദ്ധം ജയിക്കുവാൻ വേണ്ട സകല വിവരങ്ങളും നമ്മളെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. യുദ്ധം തുടങ്ങി ഒരു മാസത്തിന് ശേഷം, അതായത് 62 നവംബർ 21-ന് ചൈന സ്വയം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇത് ചൈനീസ് റേഡിയോയാണ് അർദ്ധരാത്രിയിൽ അനൗൺസ് ചെയ്തത്. അത് ലോകത്തുള്ള സകല ന്യൂസ് ഏജൻസിയും അപ്പോൾ തന്നെ അറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലും നെഹ്റു അറിയുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അത്ര നിസ്സാരമായാണ്, ഇത്ര സെൻസിറ്റീവായ വിഷയങ്ങൾ നെഹ്റുവും സംഘവും കൈകാര്യം ചെയ്തിരുന്നത്. ചൈനീസ് വെടിനിർത്തലിനെ കുറിച്ച് കുൽദീപ് നയ്യാർ എഴുതിയിട്ടുണ്ട്. ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ച രാത്രി പുലർന്നപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ വീട്ടിലെത്തി. അദ്ദേഹം അപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ പറഞ്ഞാണ് ഏതാണ്ട് 7 മണിക്കൂർ മുൻപ് ചൈന വെടിനിർത്തിയ കാര്യം നെഹ്റു അറിയുന്നത്. ഈ വെടിനിർത്തലിനെ കുറിച്ച് അറിഞ്ഞ പത്രപ്രവർത്തകർ നമ്മളുടെ ഔദ്യോഗിക പ്രതിനിധിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. അദ്ദേഹത്തിന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ലോകം മുഴുവൻ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓൾ ഇന്ത്യ റേഡിയോ നമ്മളുടെ ജവാന്മാർ ചൈനയുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതുപോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ നെഹ്റുവിന്റെ സമീപനം ഇതായിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയണോ? നമ്മളിങ്ങനെ അഹിംസയും പറഞ്ഞ് യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ കഴിഞ്ഞു കൂടിയതിന്റെ ഫലമായാണ് ചൈനീസ് യുദ്ധത്തിൽ രാജ്യത്തിന് നാണം കെട്ട തോൽവി ഏൽക്കേണ്ടി വന്നത്. നമ്മുടെ ഭടന്മാരുടെ ജീവന് യാതൊരു വിലയും നെഹ്റു കൽപ്പിച്ചിരുന്നില്ല. ഒരു പ്രൊട്ടക്റ്റീവ് സംവിധാനമോ ആയുധങ്ങളോ ഇല്ലാതെ അവരെ ശത്രുവിന്റെ മുൻപിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അഹിംസയും പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.